സിവിൽ സർവീസ് എക്സാം പാസ്സാകുന്ന ഒരു IAS IPS ഓഫീസർക്ക് ആദ്യം കിട്ടുന്ന പോസ്റ്റിംഗ് ഏതാണ്? IAS ഓഫീസർ സാധാരണ അസിസ്റ്റന്റ് കളക്ടർ പോസ്റ്റിലാണ് അപ്പോയിന്റ് ആവുക. IPS ഓഫീസേഴ്സ് ASP അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് പോസ്റ്റിംഗ് ആണ് കിട്ടുക. IAS ഓഫീസറുടെ ജീവിതത്തിലത്തെ ഏറ്റവും ടോപ്പ് പോസ്റ്റിംഗ് ഏതായിരിക്കും? അത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ്. IPS ഓഫീസർ ആണെങ്കിൽ CBI ഡയറക്ടർ അല്ലെങ്കിൽ IB ഡയറക്ടർ. അപ്പൊ ഇവിടെ ഒരാൾ IAS ഓഫീസർ ആയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് തന്നെ റിട്ടയർ ചെയ്യണമെന്നില്ല. സാധാരണ ഒരു 21, 22 അല്ലെങ്കിൽ 24 വയസ്സിന്റെ ഉള്ളിൽ IAS IPS ഓഫീസേഴ്സ് ആയവർക്കാണ് ഈ ടോപ്പ് പൊസിഷനിലൊക്കെ എത്താൻ പറ്റുക. ഈ ചെറിയ പ്രായത്തിൽ IAS പോലുള്ള ഒരു എലൈറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം പാസ് ആവണം എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻസ് കുറച്ച് മുന്നേ വളരെ ചിട്ടയായിട്ടൊക്കെ നടത്തുകയാണെങ്കിൽ സാധാരണ അത്തരത്തിൽ 21, 22 വയസ്സിലൊക്കെ പാസ് ആയിട്ടുള്ള ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോന്റെ ഉള്ളടക്കം സ്കൂൾ മുതൽ ഡിഗ്രി വരെ അല്ലെങ്കിൽ ഡിഗ്രിയും കഴിഞ്ഞൊരു സീരിയസ് ആസ്പിരന്റ് ഈ ഓരോ കാലഘട്ടത്തിലും സിവിൽ സർവീസ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് വിവരിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യമേ പറയട്ടെ, സിവിൽ സർവീസ് എക്സാമിന് സീരിയസ് ആയിട്ട് ഒരു സ്റ്റുഡന്റ് എപ്പോ പഠിച്ചു തുടങ്ങണം എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഡിഗ്രി മുതൽ സീരിയസ് ആയിട്ട് പഠിച്ചാൽ മതി. ഞാൻ പറയുന്നത് സ്കൂൾ മുതൽ ഒന്നും പഠിക്കണ്ട അല്ലെങ്കിൽ സിവിൽ സർവീസിന് വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട എന്നുള്ളതല്ല. നേരെ മറിച്ച് സീരിയസ് പ്രിപ്പറേഷൻ സ്കൂൾ തലത്തിൽ ഒരു കുട്ടി നടത്തേണ്ടതില്ല എന്നുള്ളതാണ്. അത് ഈ വീഡിയോ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമുക്ക് ഹൈസ്കൂൾ സ്റ്റുഡൻസ് മുതൽ തുടങ്ങാം. 7ാം ക്ലാസ് വരെയുള്ള മക്കളെ ദയവ് ചെയ്ത് ഒരു കാരണവശാലും സിവിൽ സർവീസ് അല്ലെങ്കിൽ നീറ്റ് JEE എന്നൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്. അവരുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ അടുത്തറിഞ്ഞ് പഠിച്ചും കളിച്ചും നടക്കട്ടെ. ഇനി 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളെയും നിങ്ങൾ ഒരുപാട് സീരിയസ്നെസ്സിലേക്ക് കൊണ്ടുപോയിട്ട് പ്രഷർ ആക്കരുത്. ബട്ട് സ്റ്റിൽ ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ആദ്യത്തെ സ്റ്റെപ്പുകൾ 8ാം ക്ലാസ് മുതൽ തുടങ്ങാവുന്നതാണ്. പ്രത്യേകിച്ച് JEE എൻട്രൻസ് എക്സാമിനൊക്കെ പഠിച്ച് IIT-യിലൊക്കെ BTech പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ നിർബന്ധമായിട്ട് അവരുടെ പ്രിപ്പറേഷൻ 8ാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് വേറെ വിഷയം. നമ്മളെ സംബന്ധിച്ചോളം 8th, 9th, 10th പഠിക്കുന്ന സ്റ്റുഡൻസ് സിവിൽ സർവീസ് എന്നുള്ളൊരു സ്വപ്നം, എനിക്കൊരു IAS ഓഫീസർ ആവണം, എനിക്ക് കളക്ടർ ആവണം, എനിക്കൊരു IPS ഒരു പോലീസ് ഓഫീസർ ആവണം എന്നൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. അത് അവരുടെ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ആ ഒരു അംബീഷനെ നമ്മൾ സെല്യൂട്ട് ചെയ്തേ മതിയാവുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ പ്രായത്തിലുള്ളവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം അവർ ചെയ്യേണ്ടത് അവരുടെ പാഠഭാഗങ്ങൾ SCERT-യോ NCERT-യോ സ്റ്റേറ്റ് സിലബസോ CBSE-യോ അതിൽ ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, മാത്സ് ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, എല്ലാ വിഷയങ്ങളും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയല്ലാതെ മനസ്സറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം. അതായത് ഓരോ സബ്ജക്റ്റും ശരിക്കും അതിൽ ഓരോ വരികളും ഉള്ളിലേക്ക് എടുത്ത് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് ഹൈസ്കൂൾ ലെവലിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി. കാരണം സീരിയസ് ആയിട്ടുള്ള സിവിൽ സർവീസ് ആസ്പിരൻസ് പോലും ആദ്യം പഠിച്ചു തുടങ്ങുന്നത് 8ാം ക്ലാസ് മുതലുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളോ SCERT ടെക്സ്റ്റ് ബുക്കുകളോ ആണ്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇവർ ചെയ്യേണ്ടത് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക. നിർബന്ധമായിട്ടും ന്യൂസ് പേപ്പറുകൾ രാവിലെയോ അല്ലെങ്കിൽ സ്കൂൾ വിട്ടു വന്നാലോ വായിക്കുക. അത് ഇംഗ്ലീഷ് തന്നെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, മലയാളം ന്യൂസ് പേപ്പറുകൾ ആയാലും മതി. ഇനി മൂന്നാമത്തെ കാര്യം, വായിക്കുക. നല്ല കയ്യിൽ കിട്ടുന്ന എല്ലാ നല്ല പുസ്തകങ്ങളും വായിക്കുക. അപ്പൊ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാലരമയോ ബാലമംഗളോ അല്ല, അതല്ലാത്ത നല്ല പുസ്തകങ്ങൾ, നോവലുകളായിരിക്കാം, അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് പുസ്തകങ്ങളായിരിക്കാം, നല്ല നല്ല മാഗസിനുകളായിരിക്കാം. അങ്ങനെ നല്ല കയ്യിൽ കിട്ടുന്ന എല്ലാ നല്ല ബുക്കുകളും വായിക്കാം. ഈ ബുക്കുകൾ വായിക്കൽ സിവിൽ സർവീസ് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് സിവിൽ സർവീസിന്റെ സിലബസ് ആ ബുക്കുകളുമായി ബന്ധപ്പെട്ടതുകൊണ്ടല്ല, നേരെ മറിച്ച് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന ഒരു ആസ്പിരന്റിൽ നിന്നും അത് വാല്യുവേറ്റ് ചെയ്യുന്ന ടീച്ചേഴ്സും എക്സാം കണ്ടക്ട് ചെയ്യുന്ന UPSC-യും നോക്കുന്നത് ഇവർക്ക് സമൂഹത്തിനെ കുറിച്ചുള്ള ധാരണ എന്താണ്, ഇവർക്ക് സമൂഹത്തിൽ എന്തൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ സമൂഹത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടാക്കണമെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാട് നല്ല രീതിയിൽ വികസിപ്പിക്കണമെങ്കിൽ വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നാളെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പരന്ന വായനക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ സിലബസിൽ ഒതുങ്ങി വായിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വായിക്കുക എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊള്ളണമെന്നില്ല. എങ്കിലും തരക്കേടില്ലാതെ വായനയോട് താല്പര്യമുള്ളവരൊക്കെ
കിട്ടുന്ന നല്ല സമയങ്ങളിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം. അപ്പോൾ സ്കൂളിൽ ഹൈസ്കൂൾ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ ചെയ്യേണ്ടത് ഒന്ന് അവരുടെ പാഠഭാഗങ്ങൾ ഒരു വരി പോലും വിടാതെ മനസ്സിലാക്കുക, ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക, 3 എല്ലാ നല്ല പുസ്തകങ്ങളും വായിക്കുക, നല്ലൊരു വായന ശീലം ഉണ്ടാക്കുക. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫൗണ്ടേഷൻ ക്ലാസ് സിവിൽ സർവീസിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അതിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അല്ലാതെ നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ഇനി ഹയർ സെക്കൻഡറിയിലേക്ക് വരുമ്പോൾ +1 +2 വരുമ്പോൾ നിങ്ങൾ +1ലും +2ലും സയൻസ് ആണ് എടുത്തിട്ടുള്ളത്, നിങ്ങളൊരു നീറ്റ് JEE അല്ലെങ്കിൽ കീം ആസ്പിരന്റ് ആണ്, അതായത് എഞ്ചിനീയറിംഗ് മെഡിക്കലിന് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സിവിൽ സർവീസിന് നിങ്ങൾക്ക്, അതായത് എഞ്ചിനീയർ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു IAS ഓഫീസർ ആകണം എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹം എന്നാലും നിങ്ങളിപ്പോൾ സിവിൽ സർവീസിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാം, പറ്റാവുന്ന ഇടവേളകളിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാം. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. +2 കഴിഞ്ഞ് 1 വർഷം റിപ്പീറ്റിനൊന്നും പോകാതെ +2 കഴിഞ്ഞ ഉടനെ തന്നെ IITകളിലോ എയിംസിലോ ജിപ്മറിലോ അഡ്മിഷന് വേണ്ടി ശ്രമിക്കാം. ഇനി കൊമേഴ്സും ഹ്യൂമാനിറ്റീസും എടുത്തവർ അല്ലെങ്കിൽ സയൻസ് തന്നെ എടുത്ത് എനിക്ക് എൻട്രൻസിനൊന്നും താല്പര്യമില്ല എന്നുള്ളവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ സയൻസ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിന്റെ NCERT പുസ്തകങ്ങൾ സമയം കിട്ടുമ്പോൾ നല്ല രീതിയിൽ വായിച്ചു നോക്കാം. അതായത് പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്. കാരണം ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ തന്നെയാണ് സിവിൽ സർവീസിന്റെ സിലബസിലും വന്നിട്ടുള്ളത്. അപ്പോൾ സയൻസ് നിങ്ങൾക്ക് അത്യാവശ്യം പഠിക്കാനുണ്ട്, എന്നാലും കൃത്യമായിട്ടുള്ള ഒരു സമയം വെക്കുക. ഒരു ദിവസം 1-2 മണിക്കൂർ സിവിൽ സർവീസിന്റെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് സമയം വെക്കുക. 1 മണിക്കൂർ ന്യൂസ് പേപ്പർ വായിക്കുക, 1 മണിക്കൂർ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ സോഷ്യോളജിയോ എക്കണോമിക്സോ ജോഗ്രഫിയോ വായിക്കുക. അത് നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം 4-5 മണിക്കൂർ വായിച്ച് പിന്നെ തീരെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലല്ല, വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതിനു പുറമെ, അതായത് ഈ +1 +2 NCERT ടെക്സ്റ്റ്, ഹ്യൂമാനിറ്റീസിന്റെ ഒക്കെ ടെക്സ്റ്റുകൾക്ക് പുറമെ നമ്മൾ ഹൈസ്കൂൾ സ്റ്റുഡൻസിനോട് പറഞ്ഞ പോലെ എല്ലാ നല്ല പുസ്തകങ്ങളും വായിക്കുക. കൂടെ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ അത് മെല്ലെ മലയാളം ന്യൂസ് പേപ്പറിൽ നിന്നും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലേക്ക് മാറാൻ ശ്രമിക്കുക. ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള ന്യൂസ് പേപ്പറിലേക്ക് മാറാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, കുറച്ച് കാലം എടുക്കും അതിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാൻ. കൂടെ നിങ്ങൾ ന്യൂസ് ചാനലുകളിലും ന്യൂസ് പേപ്പറുകളിലൊക്കെ ഉള്ള നല്ല നല്ല ചർച്ചകൾ സാഗൂതം വായിക്കുക അല്ലെങ്കിൽ വീക്ഷിക്കുക. അത് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളല്ല, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ നന്നായിട്ട് വായിക്കുക. പിന്നെ പ്ലെയിൻ ആയിട്ട് ഹൈസ്കൂളുകളോട് പറഞ്ഞ പോലെ നല്ല പുസ്തകങ്ങൾ മാക്സിമം വായിച്ചിട്ട് സമൂഹത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പേഴ്സ്പെക്റ്റീവ്, ഇതൊക്കെ നന്നായിട്ട് വികസിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിവിൽ സർവീസിന് സീരിയസ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതിനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന്റെ ഒക്കെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും എക്കണോമിക്സും ഹിസ്റ്ററിയും ഒക്കെ തന്നെയാണ് സിവിൽ സർവീസിന്റെ മെയിൻ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാര്, പ്രത്യേകിച്ച് ചില ഹ്യൂമാനിറ്റീസുകാർ സിവിൽ സർവീസിന് വേണ്ടി മാത്രമായിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും, ഫുൾ A+ഓ അല്ലെങ്കിൽ നല്ല മാർക്കോ നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ. അവർ ചെയ്യേണ്ടത് അവരുടെ ആ സബ്ജക്ട്സ് ഏറ്റവും വൃത്തിക്ക് പഠിക്കുക. ഇപ്പോൾ 4 സബ്ജക്റ്റ് ആണല്ലോ പൊതുവെ അവർക്ക് ഈ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ചിലപ്പോൾ ജോഗ്രഫി ഒന്നും, സിവിൽ സർവീസിന്റെ സിലബസിന്റെ ഭാഗമായിട്ടുള്ള ജോഗ്രഫി ഒന്നും ഈ പറഞ്ഞ 4 പുസ്തകങ്ങൾ അല്ലെങ്കിൽ 4 സബ്ജക്ട്സിൽ ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനും വായിക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുക. അത്തരത്തിലുള്ള ജോഗ്രഫി ബുക്കുകളൊക്കെ എന്ത് ചെയ്യുക, വായിക്കുക, നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് 1 ദിവസമോ 2 ദിവസമോ ചെയ്ത് നിർത്താതെ ഡെയിലി 1-2 മണിക്കൂർ മതി, മാക്സിമം 3 മണിക്കൂർ എന്നുള്ള രീതിയിൽ എക്സാമിന്റെ ടൈമുകളിലൊന്നും അല്ലാത്ത ബാക്കി എല്ലാ ടൈമിലും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഇനി ഡിഗ്രിക്ക് പഠിക്കുന്നവർ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യുന്നവർ, ഡിഗ്രി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ BTech ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാ BSc BA BCom പോലുള്ള ഡിഗ്രികളായിരിക്കാം, MBBS ആയിരിക്കാം. ഇപ്പൊ MBBSകാരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ട് സിവിൽ സർവീസിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട, വേണമെങ്കിൽ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചോളൂ. BTechകാരോടും അവർ IIT NIT പോലുള്ള സ്ഥാപനങ്ങളിലാണ് പഠിക്കണമെങ്കിൽ യു ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. സോ
അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. മാത്രമല്ല നാളെ നിങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് MBBS BTech കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പഠനം എന്നുള്ള പ്രക്രിയ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് മാറും. അപ്പൊ ഇത്രയും കാലം ഇത്രയും കഷ്ടപ്പെട്ട് കടുകട്ടിയായിട്ടുള്ള സബ്ജക്ട്സ് പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഈ പറഞ്ഞ പൊളിറ്റിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും ഒന്നും പഠിക്കൽ വലിയ ബുദ്ധിമുട്ടാകില്ല. എന്നാൽ മറ്റുള്ള ഡിഗ്രിക്കാർ, അതായത് സാധാരണ ഉള്ള BSc BCom BA ഒക്കെ എടുത്തിട്ടുള്ള ഡിഗ്രിക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സീരിയസ് പ്രിപ്പറേഷൻ ഇപ്പൊ തുടങ്ങുകയാണെങ്കിൽ 21-ാം വയസ്സിലോ 22-ലോ ഏറിപ്പോയാൽ 23-ൽ നിങ്ങളുടെ ഒന്നാമത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്കൊരു IAS IPS ഓഫീസർ ആയിട്ട് മാറാവുന്നതാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി ഒരു 3 to 5 hours സിവിൽ സർവീസ് പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. എന്നിട്ട് ന്യൂസ് പേപ്പർ, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ പ്ലസ് സിവിൽ സർവീസിന്റെ സിലബസ് ഈ സമയത്ത് കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക. അത് ഐദർ ഏർലി മോർണിംഗ് ഓർ ആഫ്റ്റർ യുവർ ക്ലാസ്സസിന്റെ ശേഷമോ. ഇനി ഈവൻ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കോളേജുകളിലെ ക്ലാസ്സിന്റെ അവസ്ഥയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് ഗ്യാപ്പ് നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ കിട്ടും. ഈ സമയത്തൊക്കെ ലൈബ്രറിയിൽ ഒരു മുക്കിൽ പോയിട്ട് ഇരുന്ന് കൃത്യമായിട്ട് സിവിൽ സർവീസിന്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ ഒരിക്കലും നിങ്ങളോട് നിങ്ങളുടെ കോളേജ് ലൈഫ് കോംപ്രമൈസ് ചെയ്തിട്ടോ അവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട എക്സ്പീരിയൻസും എക്സ്പോഷറും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല പറയുന്നത്. നിങ്ങൾ സ്വാഭാവികമായിട്ടും NCCയോ NSSോ അല്ലെങ്കിൽ മറ്റുള്ള ആക്ടിവിറ്റീസിലോ നിങ്ങൾ ഇടപെടണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുകയും വേണം. ഒരു 3 to 5 hours തിങ്കൾ മുതൽ വെള്ളി വരെ സ്പെൻഡ് ചെയ്യുക. സാറ്റർഡേയും സൺഡേ നിങ്ങൾക്ക് ഓഫ് ആണ്. സൺഡേ നിങ്ങൾ ഫുൾ ഫ്രീ ആക്കിക്കോളൂ. സാറ്റർഡേ ഒരു 5 to 8 hours സിവിൽ സർവീസിന് വേണ്ടി ഫോക്കസ് ആയിട്ട് പഠിക്കാം. അത് പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലൊരു ഫൗണ്ടേഷനോ അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ്ങോ എടുക്കുകയാണെങ്കിൽ ബെസ്റ്റായി. അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ ഇത്തരത്തിൽ നിങ്ങൾ പഠിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. ഇപ്പൊ ഇതിൽ ഞാൻ ഡിഗ്രിക്കാരോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്, 1 ന്യൂസ് പേപ്പർ വായിക്കാം, 2 സിവിൽ സർവീസിന്റെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാം. അതിന് പുറമെ പിന്നെ സ്കൂൾ കുട്ടികളോട് പറഞ്ഞതൊക്കെ നിങ്ങൾക്കും ബാധകമാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കാം. പിന്നെ കൂട്ടത്തിൽ നിങ്ങൾ പറ്റുമെങ്കിൽ നല്ല നല്ല യാത്രകൾ നടത്തുക. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ, പുറത്തൊന്നും പോണ്ട, ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ. നോർത്ത് ഈസ്റ്റ്, നോർത്ത് ഇന്ത്യ, ഹിമാലയ അല്ലെങ്കിൽ നമ്മുടെ സദേൺ ഇന്ത്യ, ഇവിടൊക്കെ നല്ല യാത്രകൾ നടത്തുക. കാരണം വായന പോലെ തന്നെ ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിലും കാഴ്ചപ്പാട് വികസിപ്പിക്കാനൊക്കെ നല്ല നല്ല യാത്രകൾ സഹായിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങളുടെ പഠനത്തിനെ ബാധിക്കാത്ത രീതിയിൽ, നിങ്ങളുടെ പാരൻസിനെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ നടത്തണമെന്ന് മാത്രം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അറ്റ് ദ ലാസ്റ്റ് ഒരു UPSC ആസ്പിരന്റ് ബുക്കിംഗ് നോക്കി മാത്രം പഠിക്കുന്ന പുസ്തകപ്പുഴുവാണോ എന്നുള്ളതല്ല UPSC ചെക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് നിങ്ങൾ എത്രത്തോളം സമൂഹത്തിനോട് ഇടപഴകിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു സ്കൂൾ കുട്ടി, അത് ഹൈസ്കൂൾ ആവട്ടെ, ഹയർ സെക്കൻഡറി ആവട്ടെ, ഡിഗ്രി സ്റ്റുഡന്റ് ആവട്ടെ, എങ്ങനെയൊക്കെ പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ചെറിയ രൂപരേഖ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനി ഒരു സീരിയസ് ആസ്പിരന്റിലേക്ക് എത്തുമ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അവർക്ക് അറിയുന്നുണ്ടാവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം, അത് കൺസിസ്റ്റൻസിയാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു. സിവിൽ സർവീസിന്റെ ഒരു സീരിയസ് ആസ്പിരന്റിന്റെ ലൈഫിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് കൺസിസ്റ്റൻസിയാണ്. കാരണം അത് ഒരു വിദ്യാർത്ഥി, ഒരു ആസ്പിരന്റ് പഠിക്കുമ്പോൾ 1, 2, 3, 4 ദിവസം ഒരുപാട് സമയം ചെലവഴിച്ച് വേണമെങ്കിൽ ഉറക്കം ഒഴിച്ചിരുന്ന് പഠിച്ച് അടുത്ത 2 ആഴ്ച കിടന്നുറങ്ങി തീർക്കേണ്ട ഒരു പ്രക്രിയയല്ല സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺസിസ്റ്റന്റ്. അതായത് അത് 1, 2 ദിവസമല്ല, എല്ലാ ദിവസം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറണം. ഒരു സീരിയസ് ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് സെയിം ഒപ്പീനിയൻ ആണ്. നിങ്ങൾ 12, 13 മണിക്കൂർ ഒരു ദിവസം പഠിക്കാൻ ശ്രമിക്കരുത്. നിങ്ങളൊരു 8 മണിക്കൂർ പഠിച്ചാൽ മതി.
8 മണിക്കൂർ പഠിച്ച് ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ആ രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലാതെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഒരിക്കലും നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യരുത്. തിങ്കൾ മുതൽ ശനി വരെ കൃത്യമായിട്ട് 8 മണിക്കൂർ സിലബസ് ഓറിയന്റഡ് ആയി ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ട് പഠിച്ച് സൺഡേ ഒന്ന് ഓഫ് എടുത്താൽ നിങ്ങൾക്ക് വീണ്ടും മൺഡേ എക്സ്ട്രാ എനർജിയിൽ അല്ലെങ്കിൽ റീഫ്രഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സീരിയസ് ആസ്പിറന്റിനോട് വേറൊന്നും ഞാൻ പറയുന്നില്ല. കൺസിസ്റ്റൻസി ആൻഡ് റിലാക്സേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂവും വളരെ എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഞാൻ സമ്മപ്പ് ചെയ്യാണ്. സിവിൽ സർവീസിൽ നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങിയത് എങ്ങനെ ചെറിയ പ്രായത്തിൽ ഒരു IAS IPS ഓഫീസർ ആയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടോ CBI ഡയറക്ടർ ആയിട്ടോ റിട്ടയർ ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഈ വീഡിയോ കേൾക്കുന്ന പാരൻസും സ്റ്റുഡൻസും ഇത്തരത്തിലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മളുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ തരാം. ഒരു മെന്റർഷിപ്പ് രീതിയിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോലും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തില് ഭാവിയിലുള്ള എല്ലാ IAS IPS ഓഫീസേഴ്സിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. AIMS IAS, connecting to success.